ഹായ് കൂട്ടുകാരെ. അപ്പോൾ നമ്മുടെ അമ്മ വീട് വീഡിയോയുടെ ലാസ്റ്റ് ഭാഗമാണ് കേട്ടോ. ഇതോടുകൂടി നമ്മുടെ അമ്മ വീഡിയോയുടെ സീരീസ് അവസാനിക്കുകയാണ് കേട്ടോ. അപ്പോൾ ലാസ്റ്റ് ഭാഗം ഞാൻ നമ്മുടെ വീടിനടുത്തൊരു പാറയുണ്ടെന്ന് പറഞ്ഞില്ലേ, ആ പാറയുടെ മേലെ പോയിട്ടുള്ള വീഡിയോസാണ് കേട്ടോ. ഈ വീഡിയോയ്ക്ക് വോയിസ് ഓവർ എടുക്കുന്ന സമയത്ത് എനിക്ക് പനിയാണ് കേട്ടോ. പാറയുടെ മേലെ ചെന്നിട്ടുള്ള വ്യൂ ആണ്. അപ്പം നമ്മൾ പാറ കയറാൻ തുടങ്ങിയിട്ടില്ല കേട്ടോ. എന്താണ് കേട്ടോ അവിടെയുള്ള കാഴ്ചകളൊക്കെ. നമുക്ക് പാറമേലെ ചെന്നിട്ടുള്ള കാഴ്ചകൾ കാണിച്ചു തരാം കേട്ടോ. ബയോ പനി ആയതുകൊണ്ട് ഒത്തിരി സൗണ്ട് എടുക്കാൻ പറ്റില്ല കേട്ടോ കൂട്ടുകാരെ. അപ്പം നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഈ പാറയുടെ മേലെ പോകാൻ വൈകുന്നേരം കേട്ടോ സുഖം. കാരണം നമുക്ക് സൂര്യാസ്തമയമൊക്കെ കാണാം, കുറേ നേരം അവിടെ ഇരിക്കാം. നമ്മുടെ കൂടെ നമുക്ക് കൂട്ടിന് ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് നേരം അവിടെ ഇരിക്കാം കേട്ടോ. സൂര്യൻ അസ്തമിക്കാറായിട്ടോ. പാറ മേലെ ചെന്ന് നല്ല അടിപൊളിയായിട്ട് സൂര്യാസ്തമയം കാണാവേ. സൂര്യൻ നല്ല ചുമന്ന് തുടുത്ത് ചാമ്പയ്ക്ക പോലെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇതല്ല രസം. ഇവിടെ സൂര്യനും ഇതിൻ്റെ അങ്ങേ വശത്ത് ചന്ദ്രനും. ഇതാണ് പടിഞ്ഞാറ് വശത്ത് സൂര്യനും കിഴക്ക് വശത്ത് ചന്ദ്രനും ഉണ്ട് കേട്ടോ. ഒരേ സമയം നമുക്ക് സൂര്യനെയും ചന്ദ്രനെയും കാണാൻ പറ്റുമേ. ഇതാണ്ടോ എങ്ങനെയുണ്ട്, നല്ല രസമല്ലേ. അപ്പം ഞാൻ അങ്ങനെ പാറമേലെ ഓട്ട് കയറി പോവുകയാണ് കേട്ടോ. പാറമേലോട്ട് കുറച്ചധികം കയറാനുണ്ട് കേട്ടോ. നമുക്ക് കൂട്ടിനൊക്കെ നമുക്ക് ആരെങ്കിലും ഉണ്ടെങ്കിൽ വർത്തമാനമൊക്കെ പറഞ്ഞ് അങ്ങനെ കയറിപ്പോവാം. ഇപ്പോൾ ഒറ്റയ്ക്കാവുമ്പോൾ നമുക്ക് മടുപ്പ് തോന്നും കേട്ടോ. ഇതാണ് കേട്ടോ പാറയുടെ ഒരു ചെരുവാണ്. നമ്മുടെ മേലേന്ന് താഴേക്കൊരു കൊക്ക പോലെയാണ് കേട്ടോ. ഞാൻ ഏതായാലും പാറയുടെ പകുതി ഭാഗത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി കുറച്ചുകൂടെ നമുക്ക് ഉണ്ടോ അതിൻ്റെ മേലെ ചെല്ലാനുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കി ഭാഗവും കൂടെ മേലോട്ട് പോകാവേ. അയ്യോ കൂട്ടുകാരെ മടുത്തിട്ടോ. അപ്പം ഞാൻ പാറയുടെ ഒരു മുക്കാൽ ഭാഗത്തോളം എത്തിയിട്ടുണ്ട്. നമുക്കിനി ടോപ്പിലോട്ട് കുറച്ചുകൂടി ഉണ്ട് കേട്ടോ. എൻ്റെ പിന്നിൽ സൂര്യൻ അസ്തമിക്കാൻ പോകുന്നുണ്ട് കേട്ടോ. കയറ്റം കയറി വന്നുകൊണ്ട് നല്ല മടുപ്പുണ്ട് കേട്ടോ. കാരണം താഴേന്നാണ് നമ്മൾ കയറി വന്നത് കേട്ടോ. ഇപ്പം നമ്മൾ എൻ്റെ മേലെ എത്തി. കുറച്ചുകൂടെ പോയാൽ നമ്മളിതിൻ്റെ ടോപ്പിലെത്തും കേട്ടോ. അങ്ങനെ ഞാൻ പാറയുടെ ടോപ്പിലെത്തി. ഈ പുല്ല് പിടിച്ച് കിടക്കുന്നതൊക്കെ നമ്മുടെ സ്ഥലമായിരുന്നു കേട്ടോ. നോക്കാനും എടുക്കാനൊന്നും ആരുമില്ല. പണ്ട് ഞങ്ങളിവിടെ വന്ന് കപ്പയൊക്കെ ഇടുമായിരുന്നേ. നല്ല മണ്ണുണ്ട് അവിടെ, കപ്പ ഇടുമായിരുന്നു. ഇതാണ് കേട്ടോ ടോപ്പിൽ നിന്നുള്ള കാഴ്ചകളെ. ഇങ്ങനെയുണ്ട്, നല്ല രസമല്ലേ. പനി ആയതുകൊണ്ട് സൗണ്ട് മൊത്തം പോയിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞാൻ പാറയുടെ ടോപ്പിലെത്തിയിട്ടുണ്ട് കേട്ടോ. നല്ലോണം മടുത്തു. കാരണം ഇത്രയും കയറ്റം കയറി വന്നതാണ് കേട്ടോ. കണ്ണു പോലെയല്ല, നല്ല കയറ്റമുണ്ട് കേട്ടോ. ഇതാണ് കേട്ടോ പാറയുടെ മേലെ നിന്നുള്ള വ്യൂ. ഞങ്ങൾ പണ്ട് ഇവിടെ വെക്കേഷന് പിള്ളേർ സെറ്റ് എല്ലാവരും കൂടി വൈകുന്നേരം പാറയുടെ മേലെ വന്നിരിക്കുമായിരുന്നു കേട്ടോ. ഇതാണ് കേട്ടോ നമ്മുടെ പാറമേലെ നിന്നുള്ള വ്യൂസാണ് കേട്ടോ. അപ്പോൾ വൈകുന്നേരം ആയതുകൊണ്ട് പയ്യെ മഞ്ഞിൻ്റെ ഒരു ഇതുണ്ട് കേട്ടോ. മഞ്ഞിൻ്റെ മോഡലുണ്ട്. ആ സൂര്യൻ അസ്തമിക്കുന്നതിൻ്റെ അവിടെ ആ താഴെ കാണുന്ന മലയിലാണ് കേട്ടോ നമ്മുടെ സ്വന്തം വീട്. എൻ്റെ സ്വന്തം വീട്ടിൽ നിന്ന് നോക്കിയാൽ എൻ്റെ അമ്മ വീട്ടുള്ള സ്ഥലം കാണാം. അമ്മ വീട്ടിൽ നിന്ന് നോക്കിയാൽ സ്വന്തം വീടും കാണാം. വീട് കാണത്തില്ല, രാത്രിയാണ് ലൈറ്റ് ഇട്ടൊക്കെ കാണാം കേട്ടോ. എൻ്റെ താഴെ കൂടെ റോഡ് പോകുന്നുണ്ട്. ഇതാണ് കൊടയത്തൂർ മല കേട്ടോ. റൈറ്റ് സൈഡിൽ കാണുന്നത് എൻ്റെ വീട്ടിൽ നിന്ന് നോക്കുമ്പം കാണുന്നതും ഇപ്പുറത്ത് കാണുന്ന എൻ്റെ അമ്മ വീട്ടിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്ന വ്യൂ ആട്ടോ. എൻ്റെ വീട്ടിൽ നിന്ന് നോക്കിയാലും എൻ്റെ അമ്മ വീട്ടിൽ നിന്ന് നോക്കിയാലും നമുക്ക് കൊടയത്തൂർ മല, ഇലവേൽപ്പൂഞ്ചിറ ഇവിടെ കാണാം കേട്ടോ. താഴത്തെ വീട്ടിൽ ആരോ പുകയിടുന്നുണ്ട്. താഴെ റോഡിൽ കൂടെയൊക്കെ വണ്ടി പോകുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ചെറുതായിട്ട് കാണാവേ. താഴത്ത് നെൽപ്പാടങ്ങളാണ് കേട്ടോ. അപ്പം നെൽകൃഷിയൊന്നുമില്ല, പാടങ്ങളൊക്കെ ചുമ്മാ തരിച്ച് പിടിച്ച് കിടക്കുകയാണ് കേട്ടോ. കൃഷി ചെയ്യാനൊന്നും ആരും ഇല്ലാത്തതുകൊണ്ട്. നല്ല തെളിച്ചുള്ളപ്പോഴാണെങ്കിൽ കൊടയത്തൂർ മല നല്ല ഭംഗിയായിട്ട് കാണാം കേട്ടോ. അങ്ങനത് പാറപ്പുറത്ത് വന്നിരിക്കണം. അത് ആ തെങ്ങ് നിൽക്കുന്നിടം കണ്ടോ. ആ തെങ്ങ് നിൽക്കുന്നിടത്തൊരു വീടുണ്ടേ. എൻ്റെ അമ്മാവൻ്റെ വീടാണ് കേട്ടോ.
ഞാൻ പാറ കയറി മടുത്ത് വന്നുകൊണ്ട് ഇനി എനിക്ക് അങ്ങോട്ടൊന്നും പോകാൻ വയ്യ. അപ്പോൾ ഞാനിവിടെ മടുത്തിട്ട് ഇവിടെ ഇരിക്കുകയാണ് കൂട്ടുകാരെ. സൂര്യാസ്തമയമൊക്കെ കണ്ടിങ്ങനെ ഇരിക്കാം. ഒറ്റയ്ക്കായതുകൊണ്ടൊരു സുഖമില്ല കേട്ടോ. നമുക്ക് കൂട്ടിന് പണ്ടത്തെ ഇവിടെ ഇരിക്കുമ്പോൾ നമ്മൾ പണ്ടത്തെ ആ സ്കൂൾ കാലഘട്ടത്തിലേക്ക് പോകും കേട്ടോ. വെക്കേഷൻ ടൈമിൽ ഞങ്ങൾ ഒത്തിരി പിള്ളേരുണ്ടായിരുന്നു. അമ്പിളിമാമൻ ഇവിടെ, സൂര്യൻ അവിടെ. നല്ല രസമല്ലേ, നല്ല കാറ്റുണ്ട് കേട്ടോ. അവിടെ ഇരിക്കാൻ നല്ല സുഖമാണ്. നല്ല കാറ്റൊക്കെ കൊണ്ട് ഇവിടെ ഇരിക്കാം. ഞാൻ കാറ്റൊക്കെ കൊണ്ട് കുറേ നേരം ഇവിടെ ഇരിക്കാമെന്ന് വെച്ചു. സൗണ്ട് അത്ര സുഖമില്ലാത്തതുകൊണ്ട് ബാക്കി കാഴ്ചകൾ നിങ്ങൾ കണ്ടോളൂ. താഴെ ആ നീല ടാർപ്പായ കേട്ടോ നമ്മുടെ വീട്. നീല ടാർപ്പായുള്ളടത്താണ് നമ്മുടെ വീട് കേട്ടോ. അപ്പോൾ അവിടെ മരമൊക്കെ ഉണങ്ങി ഒരൊറ്റ ഇല പോലും ഇല്ലാതെ നിൽക്കുകയാണ് കേട്ടോ. മരത്തിൻ്റെ ചില്ലയിലൊന്നും ഇലയില്ല. സന്ധ്യയായി. കാക്കകളൊക്കെ ഇവിടെ കൂട്ടിക്കയറാനുള്ള ഓട്ടപ്പാച്ചിലാണ് കേട്ടോ. വെളിച്ചം കാണുന്നതാണ് നമ്മുടെ തൊടുപുഴ ഉറവപ്പാറ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം കേട്ടോ. മലയാളപ്പഴനി എന്നറിയപ്പെടുന്ന അവിടെ ഇപ്പോൾ തൈപ്പോയ ഉത്സവമായതുകൊണ്ട് നല്ല ലൈറ്റ് വെട്ടങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് കാണാം. പകലാണെങ്കിൽ നമുക്ക് ഇവിടെ നോക്കിയാൽ അമ്പലം നല്ല വ്യക്തമായിട്ട് കാണാൻ പറ്റും കേട്ടോ. ഈ മഞ്ഞിൻ്റെ മൂടലൊന്നും ഇല്ലെങ്കിൽ നല്ല അടിപൊളിയായിട്ട് കാണാം. അപ്പം ആ വെളിച്ചം കാണുന്നതാണ് കേട്ടോ നമ്മുടെ ഉറവപ്പാറ അമ്പലമാണേ കേട്ടോ. എന്തകലെയാണെന്ന് നോക്കണേ, ഞാൻ സൂം ചെയ്തെടുത്തായിരുന്നു കേട്ടോ അത്. അപ്പോൾ ഇനി കൂട്ടുകാരെ നമുക്ക് പതിയെ സന്ധ്യയായി, ഇരുട്ടായി തുടങ്ങി. ഇരുട്ടായി കഴിഞ്ഞാൽ നമുക്ക് താഴേക്ക് ഇറങ്ങിപ്പോകാൻ ബുദ്ധിമുട്ടാവും. ഈ പാറയിൽ തന്നെ ഇറങ്ങി പോണതാണ്ടോ, കുത്തന്നെ ഇറക്കമാണ്. നോക്കി കണ്ടൊക്കെ പോയില്ലെങ്കിൽ നടക്കാതെ തന്നെ നമ്മൾ താഴെ ചെല്ലും. അതുകൊണ്ട് ഞാനിനി പാറമേലേന്ന് താഴേക്ക് ഇറങ്ങി വീട്ടിലോട്ട് പോവുകയാണ് കേട്ടോ. ഇതാണ്ടോ എൻ്റെ പുറകിൽ അമ്പിളിമാമനുണ്ട് കേട്ടോ. സൂര്യനൊക്കെ അസ്തമിച്ചു കേട്ടോ, ഇരുട്ടായേ. അമ്പിളിമാമന് നമുക്ക് വിരൽത്തുമ്പിലാക്കാൻ നോക്കാം കേട്ടോ. ഒരുവിധം ഒപ്പിച്ചെടുത്ത് കേട്ടോ. അപ്പോൾ ഇവിടെ വിരൽത്തുമ്പിലാക്കിക്കൊണ്ടിരുന്നാൽ നമുക്ക് രാത്രിയാവും, താഴെ ഇറങ്ങാൻ പറ്റില്ല. അപ്പോൾ പിന്നെ ഈ താഴേക്ക് പോകണം കേട്ടോ. താഴെ ചെല്ലണം, നമുക്ക് പകുതി എത്തിയേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഞാൻ പാറമേലേന്ന് താഴേക്ക് ഇറങ്ങി. നിങ്ങൾക്ക് ഇവിടെ നിന്ന് നോക്കിയുള്ള കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ? അങ്ങനെ ഞാൻ വീട്ടിലിറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ ഫുള്ള് കറണ്ട് പോയിട്ടു. മൊബൈലിൻ്റെ ലൈറ്റ് ഓൺ ആക്കിയിട്ടുള്ള പരിപാടിയാണ് കേട്ടോ ഇപ്പോഴേ. അപ്പോൾ നമുക്ക് നെസ്റ്റാൾജിക് ഐറ്റം നമ്മുടെ പണ്ടത്തെ മണ്ണെണ്ണ വിളക്ക് ഇവിടെയുണ്ട് കേട്ടോ. അപ്പോൾ ഞാനങ്ങനെ മണ്ണെണ്ണ വിളക്കൊക്കെ കത്തിച്ച് വെച്ചു കേട്ടോ. ഇങ്ങനെയുണ്ട്. നമ്മൾ ഈ വെട്ടത്തിൽ നിന്ന് ഒരുപാട് പഠിച്ചിട്ടുണ്ട്, ബാലരമകൾ വായിച്ചിട്ടുണ്ട്. അന്നൊക്കെ ഒരു കാലം. അങ്ങനെ ഞാൻ അവിടെ മണ്ണെണ്ണ വിളക്കൊക്കെ കത്തിച്ച് വെച്ചു കേട്ടോ. കറണ്ട് പോയേക്കുവാണേ. കറണ്ട് വന്നു കഴിഞ്ഞു. ഇതായിരുന്നു അവസ്ഥ കൂട്ടുകാരെ. ലൈറ്റ് ഇടാൻ പറ്റത്തില്ല. ഭയങ്കര ഈയലിൻ്റെ ശല്യമായിരുന്നു കേട്ടോ. ഫുള്ള് വീടിനകത്തും ഒക്കെ കയറി. ഞാൻ കേട്ടോ ഒരു ലൈറ്റ് മാത്രം ഓണാക്കിയിട്ടിട്ട് എല്ലാത്തിനും പുറത്തേ അടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഫുള്ള് മുറിക്കകത്തൊക്കെ കയറിയായിരുന്നു. അങ്ങനെ നമ്മുടെ ഒരു രാത്രി ഈയൽ കൊണ്ടുപോയി. അങ്ങനെ നമ്മുടെ വീഡിയോ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ് കൂട്ടുകാരെ. ബൈ ബൈ.